ശ്രീ കുറുക്കോറി മൊയ്തീൻ, അങ്ങേക്ക് 5 മിനിറ്റ്. സർ, ഞാൻ ഈ ധനവിനിയോഗ ബില്ലിനെ എതിർക്കുകയാണ്. സർ, പൊള്ളയായ ഒരു ബജറ്റ് ആലങ്കാരികമായി അവതരിപ്പിച്ചതിന് ബഹുമാന്യ മന്ത്രിയെ അഭിനന്ദിക്കേണ്ടതുണ്ട്. നമ്മുടെ കേന്ദ്രം കേരളത്തോട് ചെയ്ത പോലെ തന്നെ അതിന് സമാനമായൊരു ബജറ്റ് ഇവിടെയും അവതരിപ്പിച്ചു. കേന്ദ്രം കേരളത്തെ അവഗണിച്ചു, ഈ ബജറ്റ് മലപ്പുറം ജില്ലയെയും അവഗണിച്ചു. ഈ കർഷകരെ രണ്ടു കൂട്ടരും ഒരുപോലെ അവഗണിച്ചു. ഇത്തരത്തിലുള്ള ഒരു ബജറ്റാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്രയേറെ കേന്ദ്രത്തിനെ അനുകൂലിക്കുന്ന, അതിന് സമാനമായ ഒരു സംഭവം അനുകരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നമ്മൾ കണ്ടിരിക്കുകയാണ്. സാധാരണ രണ്ട് നാണയത്തിൻ്റെ ഒരേ വശം എന്ന് പ്രയോഗിക്കാറുണ്ട് സർ. എന്നാൽ ഇത് 2 നാണയങ്ങളുടെ ഒരേ പുറം എന്ന് പറയാവുന്ന രീതിയിലേക്കാണ് ഇതിന് രണ്ടിനെയും വിലയിരുത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കുക. സാധാരണക്കാരെയും കർഷകരെയും ഈ ബജറ്റ് തീർത്തും അവഗണിച്ചിരിക്കുകയാണ്. ഒരു ധനകാര്യ ബില്ല് അവതരിപ്പിക്കുമ്പോൾ സഭയിൽ അതിനു മുമ്പുള്ള ബജറ്റ് എന്തായി എന്ന ഒരു അവതരണം പല രാജ്യങ്ങളിലും നടക്കാറുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും അങ്ങനെ ഒരു പതിവില്ല. ഈ സർക്കാർ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ഒന്ന് നെഞ്ചത്ത് കൈവച്ച് നോക്കാൻ ഞാൻ എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്. സർ, ഇവരാണ് പ്രഖ്യാപിച്ചത് 5 വർഷത്തേക്ക് വില വർധന ഉണ്ടാവില്ല. 5 വർഷത്തേക്ക്. അതേപോലെ തന്നെ ഇവിടെയുള്ള മുഴുവൻ കാർഷികോൽപ്പന്നങ്ങളും അതിൻ്റെ ഉൽപ്പാദന ചെലവിൻ്റെ 150% നിരക്കിൽ സംഭരിക്കാൻ സംവിധാനം ഉണ്ടാക്കും. ഒരു തുള്ളി മദ്യം പോലും അധികമായി ഒഴിക്കില്ല. ഇതൊക്കെ ഇവർ അധികാരത്തിൽ വരുന്നതിന് മുമ്പും അതിന് ശേഷവുമായി പല ആവർത്തി പറഞ്ഞ കാര്യങ്ങളാണ്. എന്നാൽ ഇന്ന് ഇതൊക്കെ ഒന്ന് വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുക? ബജറ്റ് അധിക വിഭവ സമാഹരണം ലക്ഷ്യം വെച്ചിട്ടുണ്ട്. 366 കോടി രൂപ. കഴിഞ്ഞ വർഷം അത് 1067 കോടി രൂപയായിരുന്നു. ഇന്നത്തെ ഇത് തന്നെ ബാധിക്കുന്ന ആരെയാണ്? ഈ സാധാരണക്കാരായ ആളുകളെയും മറ്റുമാണ് ഇത് ബാധിക്കുന്നത്. നമുക്കറിയാം, ഭൂമിയുടെ നികുതി വർദ്ധിപ്പിച്ചു, കോടതി ചെലവുകൾ വർദ്ധിപ്പിച്ചു. ഇതതിന് ഉദാഹരണങ്ങളാണ്. ഇവിടെ നമുക്കറിയാം, വരുമാനത്തിലൊരു വർധനവ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളമോ കർഷകരെ പരിശോധിച്ചാലോ നമുക്കുണ്ടായതായി തെളിയിക്കാൻ കഴിയില്ല. എന്നാൽ അവരുടെ ജീവിത ചെലവ് ഈ ഒരു 5-6 വർഷത്തിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയിൽ കൂടുതൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇവിടെ മൂലധന ചെലവിന് വേണ്ടി നമ്മൾ കടമെടുക്കുന്നുണ്ട്. എന്നാൽ CAG റിപ്പോർട്ട് തന്നെ അതിൽ 87% വകമാറ്റി ചെലവഴിച്ച് എന്ന് വിമർശനം കേൾക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ വിലക്കയറ്റം ഇടതുപക്ഷക്കാരൊക്കെ മുമ്പ് ഞങ്ങളുടെ ഗവൺമെൻറ്റുള്ളപ്പോൾ പറഞ്ഞിരുന്നു, വാണം പോലെ കുതിച്ചു കയറുന്നു എന്ന്. സർ, എന്നാൽ ഇപ്പോൾ റോക്കറ്റ് പോലെയല്ലേ കയറുന്നത്? അതുകൊണ്ട് ഇതിനൊക്കെ ഒരു മാറ്റം ഈ ബജറ്റിലൊക്കെ ഉണ്ടാകുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഈ സർക്കാരിൻ്റെ പ്രതിബദ്ധത മധ്യവർഗത്തോടും സമ്പന്നരോടും മാത്രമാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ക്ഷേമ പെൻഷൻ 2026 കൂടി ആകുമ്പോഴേക്ക് 2500 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞതാണ്. ഇപ്പം എന്താണ് സ്ഥിതി? ഭൗതിക മാനസിക വെല്ലുവിളി നേരിടുന്ന 11 കുട്ടികൾ കേരളത്തിൽ മാതാപിതാക്കളാൽ വധിക്കപ്പെട്ടു. ശേഷം ആ മാതാപിതാക്കന്മാരും മരണത്തിന് കീഴൊതുങ്ങി. മരണം ഏകദേശം 25-ലധികമാണ് വന്നിരിക്കുന്നത്. ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ 1600 രൂപ പലതവണ മുടങ്ങി. ഇപ്പം 4 മാസമായി മുടങ്ങിക്കിടക്കുന്നു. അവരെ സഹായിക്കുന്നവർക്ക് വേണ്ടിയുള്ള ആശ്വാസകിരണം 19 മാസമായി മുടങ്ങിക്കിടക്കുന്നു. ഇവിടെ അതേപോലെ നിരാമയ ഇൻഷുറൻസ് സംസ്ഥാന വിഹിതം 1 വർഷമായി അടച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കർഷക പെൻഷൻ പുതിയ അപേക്ഷ സ്വീകരിക്കുന്നുണ്ട്, 25 രൂപ നമ്മൾ വസൂലാക്കുന്നുമുണ്ട്. എന്നാൽ പുതിയ ആളുകൾക്ക് പെൻഷൻ അനുവദിക്കുന്നില്ല. കാലോചിതമായ വർധന ഉണ്ടായിട്ടില്ല. ഈ രീതിയിൽ എല്ലാ പാവങ്ങൾക്ക് കിട്ടേണ്ട, സാധാരണക്കാർക്ക് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളിലും അത് സ്തംഭനത്തിലാണ്. ഇവിടെ സംഭരണം ഉൾപ്പെടെയുള്ളത് ഇല്ലാതായ ഒരു സാഹചര്യമുണ്ട് കർഷകരെ സംബന്ധിച്ചിടത്തോളം. സർ, ഈ ഓർഫനേജ് കൺട്രോൾ ബോർഡുണ്ട്, അതിലെ കൗൺസിലർമാർക്ക് 1 വർഷത്തിലധികമായി അവിടെ വേതനം ലഭിച്ചിട്ടില്ല. 2021 സർക്കാർ ഉത്തരവ് പ്രകാരം
സോഷ്യൽ വർക്കേഴ്സ് തസ്തികക്ക് നിശ്ചയിച്ച അടിസ്ഥാന ശമ്പളം 29,535 രൂപയാണ്. എന്നാൽ ഇവർക്ക് നൽകുന്നത് 12,000 രൂപ മാത്രമാണ്. അങ്ങയുടെ സമയം കഴിഞ്ഞു. അതുപോലും മുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ രീതി എല്ലാ തലങ്ങളിലും പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം തകർച്ചയുടെ കഥകൾ മാത്രമാണ് പറയാനുള്ളത്. നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ 22 ദിവസമായി നമ്മുടെ ആശാ വർക്കർമാർ സമരത്തിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവരുടെ സമയം കഴിഞ്ഞു. അവരെ 2007 നമ്മുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ ആ വിഭാഗത്തെ ഇവിടെ ആരംഭിക്കുന്നത്, ആശാ വർക്കർമാരുടെ ചുമതല. 2011 വരെ അവർക്ക് ഒരു നയാ പൈസ ആരും കൊടുത്തിട്ടില്ല. എന്നാൽ സർ, ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ് ആദ്യമായി വേതനം കൊടുത്തത്. 3 വർഷം കൊണ്ട് ആ തുക 3